بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എൻ്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وما أرسلناك إلا رحمة للعالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് അതാത് കാലഘട്ടങ്ങളിൽ മാനവരാശിയെ യഥാർത്ഥമായ മാർഗത്തിലേക്ക് നയിക്കുവാൻ, അവർക്ക് വെളിച്ചം പകരുവാൻ വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ മഹാന്മാരായ വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകന്മാരായി അയച്ചു തന്നു എന്നത്. ഇരുളുകളിൽ തപ്പിത്തടഞ്ഞിരുന്ന ജനസമൂഹത്തിന് യഥാർത്ഥമായ പ്രകാശം കാണിച്ചു കൊടുത്തുകൊണ്ട് നേരിൻ്റെ പാത വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് നിയുക്തരായ ഒട്ടനവധി പ്രവാചക പുങ്കവന്മാർ, അവരിൽ അവസാനമായി ആ ദൗത്യവുമായി ഏൽപ്പിക്കപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയുക്തനായ പുണ്യദേഹമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ലോകത്തിന് കിട്ടിയത് എല്ലാ അർത്ഥത്തിലും റഹ്മത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ നാം അയച്ചിട്ടില്ല, റസൂലാക്കിയിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, മുസ്ലിമീങ്ങൾക്ക് എന്നല്ല, മനുഷ്യർക്ക് എന്നല്ല, മറ്റേതെങ്കിലും വിഭാഗത്തിന് എന്നല്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലം, ആലമീൻ എന്ന് ഏതൊക്കെ ചരാചരങ്ങൾക്ക് പറയപ്പെടുമോ എല്ലാത്തിനും കാരുണ്യമായി കൊണ്ടല്ലാതെ, എല്ലാത്തിനും ഒരു അനുഗ്രഹവും റഹ്മത്തുമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് മഹാനായ റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിൽ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ അമ്പിയാക്കന്മാരും ഈ ലോകത്ത് വന്നുകൊണ്ട് ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി, അഥവാ അവരുടെ പാരത്രിക ലോകത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി വല്ലാതെ അധ്വാനിച്ചവരാണ്, ക്ലേശം സഹിച്ചവരാണ്, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വളരെയേറെ അനുഭവിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പ്രത്യേകമായി അല്ലാഹു തആല പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് കാണാം, അതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂല്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതകൾ അല്ലാഹു തആല വിശദീകരിക്കുന്നു. അസീസുൻ അലൈഹി, ആ നബിക്ക് വളരെയേറെ പ്രയാസമാണ്, ആ നബിക്ക് വളരെയേറെ ദുസ്സഹമാണ്, സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, ഓ ജനങ്ങളെ, നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ വിഷമിക്കുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാനാവാത്ത വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ അത്യാഗ്രഹമുള്ളവനാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഏറെ കൊതിയുള്ളവനാണ്. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് പ്രത്യേകിച്ചും. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വാത്സല്യനിധിയാണ്, അതേപോലെ തന്നെ ഏറെ കരുണയുള്ളവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് റബ്ബുൽ ആലമീൻ പറഞ്ഞതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഉമ്മത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഏറെ ആശയുണ്ടായിരുന്നു. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായ സ്വർഗത്തിലേക്ക് അവർ എത്തണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അവർ നരകത്തിയിൽ കടന്നു പോകരുതെന്ന് അതിയായ ആശയുണ്ടായിരുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ സദാ അതായിരുന്നു, എല്ലാവരും നന്നാവണം, എല്ലാവരും ഹിദായത്തിലെത്തണം, എല്ലാവരും ഒന്ന് വിശ്വാസികളായി പോയെങ്കിൽ എന്ന് അവിടുന്ന് എത്രമാത്രം കൊതിച്ചിരുന്നു എന്ന് കണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുപോയി. ഇതാ ഇന്നും നമ്മൾ പാരായണം ചെയ്തില്ലേ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ.
ഓ നബിയേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ചിട്ട് നിങ്ങൾക്ക് വല്ല അപകടവും പറ്റിപ്പോയേക്കുമോ? അതുകൊണ്ട് സങ്കടപ്പെടരുത് നബിയേ. എന്താ റസൂലുള്ളാഹിയുടെ സങ്കടം? ഫലഅല്ലക, താങ്കളായേക്കാം ബാഖിഉൻ നഫ്സക, താങ്കളുടെ ശരീരം തന്നെ, താങ്കളുടെ ജീവൻ തന്നെ പോക്കിക്കളയുമോ എന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു കാര്യം. ഏത് കാര്യത്തിൽ? ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫാ, ഇത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ ഉമ്മത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഈ തൗഹീദൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ, അവർ ഈ ശിർക്കിൽ നിന്നൊന്ന് മോചനം നടത്തപ്പെടുന്നില്ലല്ലോ, അവർ ഈ ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലല്ലോ, അവർ ഈ തോന്നിയാസങ്ങളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്നില്ലല്ലോ, അവർ ഈ തെമ്മാടിത്തങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നില്ലല്ലോ, എൻ്റെ ഉമ്മത്ത് നരകത്തിൽ പോകുമല്ലോ, അവർ കഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ട് നബിയെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ജീവനെ അപകടത്തിലാക്കി പോക്കുവോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെയൊന്നും നിങ്ങൾ സങ്കടപ്പെടരുത്. ഒരു പ്രബോധകന്റെ ദുഃഖമാണത്. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിറിലും നമുക്ക് ഈ ആശയം കാണാം. فلا تذهب نفسك عليهم حسرات. ഓ നബിയേ, അങ്ങയുടെ ജീവനെ പോക്കിക്കളയരുത്, അങ്ങയുടെ ശരീരത്തെ നിങ്ങൾ പോക്കിക്കളയരുത്. ആ ഏത് കാരണത്താൽ? നിങ്ങളുടെ മനസ്സതാവല്ലാതെ വേദനിക്കുന്നുണ്ട്. അലൈഹിം, ഈ സമുദായത്തിന്റെ കാര്യമോർത്തിട്ട്, ഹസറാത്ത്, ഇവരിത് വിശ്വസിക്കുന്നില്ലല്ലോ, ഇവർ ഈ മാർഗത്തിലേക്കൊന്ന് വന്നു കാണുന്നില്ലല്ലോ, ഇവർ ഈ നേരിന്റെ വഴി ഞാൻ എത്ര ഇഖ്ലാസോട് പറഞ്ഞിട്ടും അതൊന്ന് ഉൾക്കൊള്ളാൻ എന്തേ മഹാഭൂരിപക്ഷം തയ്യാറാകാത്തത് എന്നോർത്തിട്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുവല്ലേ? വിഷമിക്കേണ്ട നബിയെ, ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളും അവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത് എന്താ? അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഉമ്മത്ത് നരകത്തിൽ പോകുന്നത് സഹിക്കാൻ കഴിയുന്നതല്ല. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത്യാഗ്രഹമാണ് നബിക്ക് ഇവരെന്ന് മുഅ്മിനീങ്ങളാകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് പറയുന്നു, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ഓ നബിയേ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മുഅ്മിനീങ്ങളാകുന്നതല്ല. വലൗ ഹറസ്ത, നിങ്ങൾ എത്ര മോഹിച്ചിട്ടെന്താ കാര്യം? നിങ്ങൾ എത്ര അതിയായി ആഗ്രഹിച്ചിട്ടെന്താ കാര്യം? അല്ലാഹു കൊടുക്കണ്ടേ ഹിദായത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഒരു കാരുണ്യത്തിന്റെ ഹൃദയമാണത്. ഭൗതികമായ കാര്യത്തിനല്ല വേദനിക്കുന്നത്, ആഖിറത്തിൽ എൻ്റെ ഉമ്മത്ത് കഷ്ടപ്പെടുമല്ലോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാത്രി നമസ്കാരത്തിൽ ദീർഘമായി നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ അവസരത്തിൽ പൊട്ടി കരയുകയാണ്. പൊട്ടിക്കരയുന്ന അവസരത്തിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? എന്താണ് അങ്ങയുടെ കരയിലിന്റെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ കാര്യമോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്, എൻ്റെ ഉമ്മത്തിന്റെ കാര്യമോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. അല്ലാഹു അറിയിക്കുന്നു, നബിയെ, മഹ്ശറിൽ നിങ്ങളുടെ ഉമ്മത്തിനെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ റബ്ബൊരിക്കലും കഷ്ടപ്പെടുത്തുന്നതല്ല. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ എത്ര മോഹിച്ച വ്യക്തിയാണ്, എത്രമാത്രം അത്യാർത്തി കാണിച്ച ദേഹമാണ്, എത്രമാത്രം വിഷമം സഹിച്ച ദേഹമാണ്. അതല്ലേ സർവ്വ മനുഷ്യർക്കും അവിടുന്ന് റഹ്മത്താണ്. മുഅ്മിനീങ്ങളോട് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ ആശയമില്ലേ, ഈ ആശയത്തെ സ്വീകരിക്കാത്ത കക്ഷികൾക്കെതിരെ പോലും അവർ വിശ്വസിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അവർക്കെതിരെ അങ്ങ് ദുആ ചെയ്തുകൂടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വേണ്ട ജനങ്ങളെ, ഞാൻ അല്ലാഹുവിങ്കിൽ നിന്ന് നിയുക്തനായിട്ടുള്ളത് ഞാൻ ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് ഇന്നമാ ബുഇസ്തു റഹ്മത്തൻ, ഞാൻ റഹ്മത്തായി കൊണ്ടയക്കപ്പെട്ട വ്യക്തിത്വമാണ്. അതുകൊണ്ട് എനിക്ക് ജനങ്ങളെ ശപിക്കാനാവില്ല. അങ്ങനെ വിശ്വസിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു മനുഷ്യനെയോ ഒരു സമൂഹത്തെയോ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടില്ല. മറിച്ച് അവിടുന്ന് ചില വ്യക്തികൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്, ചില ആളുകൾക്കെതിരെ ശക്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അതൊന്നും അവർ വിശ്വസിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താലല്ല, അവർ ചെയ്ത കടുത്ത ളുൽമിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു പോയതാണ്. വിശ്വാസികളോട് അവിടുന്ന് ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല, മുഅ്മിനീങ്ങളോട് അവിടുന്ന് ഒരിക്കലും നീരസപ്പെട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു വാക്ക് അവിടുത്തെ വാക്കുകളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിങ്കിൽ നിന്നൊരു കരാർ വാങ്ങിയിട്ടുണ്ട്. ആ കരാറിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, അല്ലാഹുവേ ഇന്നി അത്തഖിദു ഇൻദക അഹദാ, ഞാൻ നിന്നോടൊരു കരാർ എടുത്തിട്ടുണ്ട്, നീ ആ കരാർ എന്നോട് പാലിക്കുന്നവനാണല്ലോ. ഫഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഫഅയ്യുൽ മുഅ്മിനീന ആദൈതുഹു, ഏതെങ്കിലും ഒരു വിശ്വാസിയെ ഞാൻ അല്പമെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ശതംതുഹു, ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലഅൻതുഹു, ഞാൻ ശാപത്തിന്റെ വാക്കുകൾ തോന്നിപ്പിക്കുന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജലത്തുഹു, ഞാൻ വേദനിപ്പിക്കുകയോ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫജഅൽഹാ ലഹു സ്വലാത്തൻ വസകാതാ വഖുർബതൻ തുഖർരിബുഹു ബിഹാ ഇലൈക യൗമൽ ഖിയാമ. അല്ലാഹുവേ, എന്നിൽ നിന്ന് വന്നുപോയിട്ടുള്ള ആ സംഗതികളൊക്കെ അത് കേട്ടവക്കിരിക്ക് നിസ്കാരമായി, സകാത്തായി, ഒരു പുണ്യകർമ്മമായി നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം തമ്പുരാനേ എന്ന് ഒരിക്കലും ശപിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വേദനയോടുകൂടി പറയുകയാണ്. അത്രമാത്രം വലിയ കാരുണ്യത്തിന്റെ മനസ്സായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. ഒരാൾ വിശ്വാസിയായി എന്ന് കേൾക്കുമ്പോൾ അവിടുന്ന് വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ അവസരത്തിൽ മുശ്രിക്കത്തായ ഉമ്മയാണ്. ഉമ്മ പറയുന്നു, നീ എവിടേക്കാണോ പോകുന്നത്? ആ മുഹമ്മദ് എന്ന മനുഷ്യന്റെ അടുത്തേക്കാണോ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് സങ്കടത്തോടുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എവിടേക്കാ വരുന്നത്? റസൂലുള്ളാഹിയുടെ മജ്ലിസിലേക്ക്. വീട്ടിൽ നിന്ന് ഉമ്മയാണെങ്കിൽ പറഞ്ഞതെന്താ? റസൂലുള്ളാഹിനെ ചീത്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത കേട്ട് സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയൊന്ന് മുസ്ലിമാകാൻ വേണ്ടി തങ്ങളൊന്ന് ദുആ ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ആ തിരുമനസ് ഉടനെ റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്ത് കൊടുക്കണേ, അബൂ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്ത് കൊടുക്കണേ. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. അദ്ദേഹം വീട്ടിലേക്ക് ഓടുകയാണ്. എന്താ സംഭവിച്ചതെന്നറിയാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കതക് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതാ ഉള്ളിൽ നിന്ന്, കുളിമുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ വസ്ത്രത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ആ അവസരത്തിൽ അകത്തുള്ള ഉമ്മയ്ക്ക് മനസ്സിലായി മോനാണ് വരുന്നതെന്ന്, അബൂ ഹുറൈറയാണ് പുറത്ത് നിൽപ്പുള്ളതെന്ന്. ഓടി വന്നുകൊണ്ട് വാതിൽ തുറന്നിട്ട് അബൂ ഹുറൈറയെ കണ്ടപാടെ ഉമ്മ പറയുകയാണ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മുസ്ലിമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യത്തിന്റെ ഹൃദയത്തിന്റെ ആ ദുആ അല്ലാഹു ഖബൂലാക്കി. അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ച വ്യക്തിത്വമായിരുന്നു അത്. അതുകൊണ്ട് ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം സന്തോഷിച്ചു വന്നു. അബൂ ഹുറൈറയുടെ ഉമ്മ മുസ്ലിമായപ്പോ അതേ പ്രവാചകന്റെ മനസ്സ് വേദനിച്ചിട്ടില്ലേ? അബൂ താലിബ് കാഫിറായ കാര്യത്തിൽ വേദനിച്ചിട്ടില്ലേ? അവിടുന്ന് കരഞ്ഞിട്ടില്ലേ? പക്ഷേ ഹിദായത്ത് കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. മരണത്തിന്റെ അവസരത്തിലും അബൂ താലിബിനോട് പോയി പറഞ്ഞില്ലേ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണം എന്ന് പിതൃവ്യനോട് പറഞ്ഞല്ലോ. റഹ്മത്തിന്റെ ഹൃദയം. പക്ഷേ അവിടുന്ന് മുസ്ലിമായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സങ്കടപ്പെട്ട ആ മനസ്സിനോട് പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അല്ലാഹുവാണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ ഹിദായത്ത് അല്ലാഹു നിശ്ചയിച്ച ആളുകൾ
ആളുകൾക്ക് കിട്ടാൻ പടച്ച തമ്പുരാന്റെ റസൂല് മനസ്സുനൊന്ത് പ്രാർത്ഥിക്കുന്നു. ഹിദായത്തിലെത്തി എന്ന് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് മതിമറക്കുന്നു. ഹിദായത്തിലെത്താത്തവരുടെ പേരിൽ വല്ലാതെ സങ്കടപ്പെടുന്നു. ആ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഈ നിലക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യം എല്ലാ അർത്ഥത്തിലും അത് മനുഷ്യരിൽ ബന്ധുക്കളോട് മാത്രമല്ല, ഏറ്റവും വലിയ ത്യാഗവും കഷ്ടപ്പാടും ദാരിദ്ര്യവും അനുഭവിക്കുന്ന അനാഥരോട്, അഗതികളോട്, വിധവകളോട്, രോഗികളോട്, വൃദ്ധന്മാരോട്, ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ ആളുകളിലേക്കും ആ കാരുണ്യം നിറഞ്ഞു. അവിടം കൊണ്ടും തീർന്നില്ല. മനുഷ്യ സമൂഹത്തോട് മാത്രമല്ല, ജന്തുക്കളോടും കാരുണ്യമാണ് കാണിച്ചത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ നോക്കൂ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അറവ് മൃഗത്തെ കാണിച്ചുകൊണ്ട് നിങ്ങൾ കത്തിക്ക് മൂർച്ച കൂട്ടരുത്. അറവ് മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ കത്തിക്ക് മൂർച്ച കൂട്ടരുത്. അറക്കുമ്പോൾ നിങ്ങൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടിറക്കണം. അറവ് മൃഗത്തിന്റെ ജീവൻ പോകുന്നതിൽ നിങ്ങൾ ആശ്വാസം പകരണം എന്ന് പഠിപ്പിച്ചു. അതാ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അവിടെ അതാ കുറെ ചെറുപ്പക്കാര് അമ്പെയ്ത്ത് മത്സരം നടത്തുകയാണ്. അമ്പെയ്യാൻ വേണ്ടി ഉന്നം വെച്ചിരിക്കുന്നത് കോഴികളെയാണ്. കോഴികളെ ഓരോ പോയിന്റിൽ നിർത്തിയിട്ട് ഈ കോഴികളുടെ നേർക്കിങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തിയിട്ട് സന്തോഷം പങ്കിടുന്ന മത്സരം നടക്കുന്ന വേദിയിലെത്തിയപ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരെ ഇങ്ങോട്ട് അടക്കി പിടിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇത് മഹാപാതകമാണെന്ന് നമ്മുടെ നേതാവ് പറഞ്ഞിട്ടില്ലേ? നഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുസ്ബറൽ ബഹായിമു, ഒരു ജന്തുവിനെയും ഒരു മൃഗത്തെയും നിങ്ങൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് നശിപ്പിച്ച് കൊല്ലാനുള്ള നാട്ടക്കുറ്റികളായി മാറ്റാൻ പാടില്ലെന്ന് അവിടുന്ന് വിരോധിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കരുണയില്ലേ മനുഷ്യന്മാരെ എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. എത്രയോ നമ്മൾ കേട്ട് തഴമ്പിച്ച ചരിത്രങ്ങളില്ലേ? ഒരു പൂച്ചക്ക് തീറ്റ കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് കൊന്നതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ പോകാൻ കാരണമായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതേപോലെ തന്നെ ദാഹിച്ച് വലഞ്ഞ് നാക്ക് തൂക്കിയിട്ട് വരുന്നൊരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ പുണ്യവാനായി സ്വർഗത്തിലെത്താൻ കാരണമായി എന്നും അവിടുന്ന് തന്നെയാണ് പഠിപ്പിച്ചതെന്നത്. അതേപോലെ തന്നെ ഒരു ഒട്ടകത്തിന്റെ ശരീരത്തിൽ അടികൊണ്ട പാട് കണ്ടപ്പോ, ചൂട് വെച്ച് പൊള്ളിച്ച പാട് കണ്ടപ്പോ ഉടമയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ തീയിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് അവിടുത്തെ റഹ്മത്തിന്റെ ലക്ഷണമാണ്. ഇങ്ങനെ സർവ്വ മനുഷ്യരോടും സർവ്വ ജന്തുക്കളോടും സർവ്വ ജീവജാലങ്ങളോടും അതേപോലെ തന്നെ തടൽ നൽകപ്പെടുന്ന വൃക്ഷങ്ങള്, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, ഇതൊക്കെയും മുറിക്കപ്പെടുന്നത്, വെട്ടി നശിപ്പിക്കപ്പെടുന്നത്, ഉപദ്രവിക്കപ്പെടുന്നത് അതുപോലും പാടില്ലാത്ത സംഗതിയാണെന്ന് പറഞ്ഞ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം കാണിച്ചു. ഇബാദത്ത് നിർവഹിക്കുന്ന അവസരത്തിൽ വരെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ സുദീർഘമായി നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ കുട്ടികളുടെ കരച്ചിൽ അവയുടെ ഉമ്മമാരുടെ മനസ്സിൽ എത്ര ആലോസരമുണ്ടാക്കുന്നുണ്ടാകും, അതെത്ര വിഷമിക്കുന്നുണ്ടാകും അവർക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യത്തിന്റെ ഹൃദയത്തിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ ചുരുക്കാറാണ്, ലഘുവാക്കാറാണ് പതിവെന്ന് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇങ്ങനെ നോക്കൂ, ഏതർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാലും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും അനുഗ്രഹമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം, അത് വഴിതിരിഞ്ഞു പോകാതെ യഥാർത്ഥമായ നിലക്ക് കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അതിനാണ് റബ്ബ് സുബ്ഹാനഹു ഓർമ്മപ്പെടുത്തിയത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു പ്രവാചകൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് ഏറെ കടപ്പെട്ടവനാണ്. അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളും കടപ്പെട്ടവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവനേക്കാൾ ലോകത്തുള്ള സർവ്വ കാര്യങ്ങളെക്കാളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് കൃത്യമായി ആ റഹ്മത്തുൽ ലിൽ ആലമീന്റെ നിർദ്ദേശങ്ങളെ പഠിക്കാനും പകർത്താനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാകണം. ആ നിലക്കാകുമ്പോഴേ
അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കപ്പെടുകയുള്ളൂ. ആ നിലക്ക് പടച്ചതമ്പുരാനിൽ നിന്ന് റഹ്മത്ത് നൽകപ്പെടുന്ന, അനുഗ്രഹം ലഭിക്കപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയത് മുഴുവൻ അള്ളാഹു പുറത്ത് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ബിറിളല്ലാഹ്. ഊസീകും ഇബാദല്ലാഹ് വനഫ്സി അവ്വലൻ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ കാരുണ്യമാണ് പ്രവാചകന്മാരുടെ നിയോഗമെന്നും ആ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. തുടക്കത്തിലേ നമ്മൾ കേട്ടു, അവിടുന്ന് വല്ലാതെ വേദനിച്ചു, അവിടുന്ന് വല്ലാതെ മനക്ലേശം അനുഭവിച്ചു, ഈ ഉമ്മത്ത് നരകത്തിൽ പോകാതിരിക്കാൻ. ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുകയും മനസ്സ് വേദനിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്ത് എന്തിൻ്റെ പേരിലാണ് അവിടുന്ന് സങ്കടപ്പെട്ടത്? ഈ സമുദായമെങ്ങാനും പഴച്ചു പോകുമോ, നരകത്തിൽ പോകുമോ എന്നോർത്തിട്ട്. അവിടുന്ന് പരലോകത്തുള്ള കഠിനകഠോരമായ നരകത്തീയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മളോട് മുന്നറിയിപ്പ് നൽകിയത്, ഈ ലോകത്തുള്ള തീയെയും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് തീ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്കുകൾ കെടുത്തിക്കളയണം. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജയ്ത്തോയിൽ ഒഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെണ്ണകൾ ഒഴിച്ച് അതിൽ തിരികത്തിച്ച് വെളിച്ചം പകരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കിടക്കുമ്പോൾ ഈ തിരിയൊക്കെ അണച്ച്, വിളക്കുകൾ അണച്ചു വേണം കിടന്നുറങ്ങാൻ. ഇല്ലെങ്കിലോ നിങ്ങൾ ഉറങ്ങിപ്പോയി നിങ്ങൾ അശ്രദ്ധരാകുന്ന ഘട്ടത്തിൽ ഫുവൈസിഖത്ത് അത് മുതലെടുക്കും. ഫുവൈസിഖത്ത് എന്ന് പറഞ്ഞാൽ എലി പോലെയുള്ള ക്ഷുദ്രജീവികൾ ആ കത്തുന്ന തിരിയുമായി ഓടിപ്പോയി നിങ്ങളുടെ വീട്ടിന്റെ മട്ടുപ്പാവിലോ എവിടെയെങ്കിലോ ഉപേക്ഷിച്ചാൽ അത് മാരകമായ തീപിടുത്തത്തിനും അത് മുഖേന സ്വത്ത് നഷ്ടത്തിനും ധനനഷ്ടത്തിനും ആൾനഷ്ടത്തിനുമൊക്കെ കാരണമാകും ഉമ്മത്തെ. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ അത്ഫിഉൽ മിസ്ബാഹ്, നിങ്ങൾ വിളക്ക് കെളുത്തിക്കളയണം, തീ അണച്ചു കിടന്നുറങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. പരലോകത്തുള്ള തീയിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഉമ്മത്ത് ഈ ലോകത്തും തീ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മുക്തമാകണം എന്ന് ഏറെ ആഗ്രഹിച്ച് വേദനിച്ച് മുന്നറിയിപ്പ് നൽകിയ വ്യക്തിത്വമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൽപ്പനകൾ ഈ ലോകത്തിന് മാതൃകയാണ്. കോഴിക്കോടങ്ങാടിയിൽ നമ്മൾ കേട്ടു, കരളലിയിക്കുന്ന രംഗങ്ങൾ ഉണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾക്ക് കാരണമായത് പടക്കങ്ങളാണ്. വളാഞ്ചേരിയിൽ ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെട്ടതിന്റെ കാരണം പടക്ക നിർമ്മാണശാലയിലെ തീപിടുത്തമാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത, മനുഷ്യന് ഒരു ഉപകാരവും ചെയ്യാത്ത, അവന്റെ ശബ്ദത്തെ മലിനപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അവന്റെ ശ്രവണശേഷിയെ ദുർബലമാക്കി തീർക്കുന്ന ഗുണ്ടുകളും അമിട്ടുകളും പടക്കങ്ങളും ഒക്കെ വരുത്തിവെക്കുന്ന അപകടങ്ങൾ ഇനിയും ഭരണകൂടവും സമുദായവും സമൂഹവും ജനങ്ങളുമൊക്കെ അവയുടെ അപകടങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മാരകമായ വിപത്തുകൾക്ക് കാരണമായി തീരും. നഷ്ടം പറ്റിയ സഹോദരങ്ങൾക്ക് അല്ലാഹു അത് വകവെച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പ് നോക്കൂ. നിസ്സാരമെന്ന് തോന്നുന്ന സംഗതിയല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോകരുത് ജനങ്ങളെ. അത് തീപിടുത്തത്തിന് കാരണമായാലോ വേദനിച്ചു ഈ ഉമ്മത്തിന്റെ നാശം. ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നത്, ഈ ഉമ്മത്തിന് ധനനഷ്ടമുണ്ടാകുന്നത്, മാനനഷ്ടമുണ്ടാകുന്നത്, ദേഹനഷ്ടമുണ്ടാകുന്നത് റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ കണ്ടു. അത് വേദനിച്ചു, വേദനയോടുകൂടി പറഞ്ഞു, അപകടത്തിന് കാരണമായേക്കുന്ന ഒരു വസ്തുക്കളെയും നിങ്ങൾ ഇട്ടുപോകരുത് എന്നല്ലേ ആ മുന്നറിയിപ്പ്? അത് നമുക്കൊരു പാഠമല്ലേ, നമുക്കൊരു മുന്നറിയിപ്പല്ലേ? ഈ നിലക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഗുണ്ടുകളും അമിട്ടുകളും പടക്കങ്ങളും ഒക്കെ ഈ സമുദായത്തിന്, മനുഷ്യന് എന്ത് ഗുണമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? ഷർറുകളല്ലാതെ. അള്ളാഹുവിൽ ശരണം, അള്ളാഹുവിൽ അഭയം. പടച്ചതമ്പുരാനോട് നമ്മൾ ദുആ ചെയ്യുക.
അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, മോചനം നേടാൻ സർവ്വജനങ്ങളുടെയും മനസ്സുകളിൽ ജനോപകാരപ്രദമായ കാര്യങ്ങളിലേക്കുള്ള ചിന്തയ്ക്ക് ഭരണകൂടങ്ങളുടെയും നിയമനിർമ്മാതാക്കളുടെയും ആളുകളുടെയും ഒക്കെ മനസ്സുകൾ തിരിയണേ എന്ന് അർഹമുർ റഹീമീനായ റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ മനസ്സുകൾ വേദനിക്കുന്നു, കഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ് നമ്മുടെ മനസ്സുകൾ. കത്തിക്കരിഞ്ഞ ജഡങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ടുണ്ട്. കാരുണ്യമാണ് ജനങ്ങളേത്. പക്ഷേ അർഹമുർ റഹീമീനായ തമ്പുരാനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ചവനെ, വല്ലതും അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ, വല്ലതും മറവി സംഭവിച്ചു പോയെങ്കിൽ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ. അല്ലാഹുമ്മ ലാ തുആഖിദ്നാ ബിസൂഇ അഅമാലിനാ വലാ തുഹ്ലിക്നാ ബിഖതായാനാ. ഞങ്ങൾ ചെയ്തിട്ടുള്ള ചീത്തയായ പ്രവർത്തനങ്ങളുടെ ശർറ് കാരണം നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത് റഹ്മാനേ. വലാ തുആഖിദ്നാ, നീ ഞങ്ങളെ പിടികൂടരുത് റബ്ബേ. ബിസൂഇ അഅമാലിനാ, ഞങ്ങളുടെ അമലുകളുടെ ദുഷിപ്പ് കൊണ്ട് നീ ഞങ്ങളെ പിടികൂടരുതേ. വലാ തുഹ്ലിക്നാ, നീ ഞങ്ങളെ നശിപ്പിച്ച് കളയരുത് റബ്ബേ. ബിഖതായാനാ, ഞങ്ങളുടെ ചെയ്തികൾ നിമിത്തം, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം എന്ന് മുസ്ലിമീങ്ങൾ ദുആ ചെയ്യേണ്ടവരല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ അവിടുത്തെ മനസ്സ് വേദനിച്ചത് ദുനിയാവിലും ആഖിറത്തിലും ഈ ഉമ്മത്തിന്റെ കഷ്ടപ്പാട് ഓർത്തുകൊണ്ടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് നട്ട് വളർത്തി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇസ്ലാം. അങ്ങനെ അവിടുന്ന് മനസ്സ് വേദനിച്ച് മരണം വരെയും മനസ്സ് വേദനിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നുപോയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖുർആനും അതുപോലെ തന്നെ സുന്നത്തും. അങ്ങനെ വേദനയോടുകൂടി അതാ ഓരോ വളർച്ചയും കണ്ടുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി വിട പറഞ്ഞുപോയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് മഹബ്ബത്തുണ്ടോ? ഉണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് അവിടുന്ന് ഏറെ ത്യാഗം സഹിച്ചുകൊണ്ട് നട്ട് വളർത്തി ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിന്റെ കടക്കലോ അതിന്റെ ചില്ലകളിലോ ആരെങ്കിലും കയറിക്കൂടി അതിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനോടുള്ള രോഷം നമ്മുടെ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. അത് നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കാൻ പാടില്ല. ഇസ്ലാമാകുന്ന വടവൃക്ഷം ഇവിടെ പടർന്ന് പന്തലിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്, സഹാബത്ത് ഒരുപാട് ക്ലേശം സഹിച്ചിട്ടുണ്ട്. അതാരെങ്കിലും വെട്ടിമുറിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണ്ടേ? നമ്മുടെ മനസ്സിൽ വേദന തോന്നണ്ടേ? അതിന്റെ കടക്കലാരെങ്കിലും കത്തിവെക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകിടം മറിക്കുമ്പോ, അതിന് ദുർവ്യാഖ്യാനം ചമക്കുമ്പോ, ശിർക്കിലേക്കും ബിദഅത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുമ്പോ, എത്രമാത്രം ഞങ്ങളെ നേതാവ് വേദന സഹിച്ച് നട്ടുവളർത്തിയതാണിത്. ഒരു ബാപ്പ, ആ ബാപ്പയുടെ ജീവിതകാലത്ത് മക്കൾ കാണുകയാണ്, വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് ബാപ്പ ഒരു മാവിന്റെ തൈ നട്ടു. ഒരുപാട് അധ്വാനിച്ചുകൊണ്ടാണ് അത് വളർത്തി ഉണ്ടാക്കിയത്. ഓരോ അവസരത്തിലും അതിന് വെള്ളം ഒഴിക്കാറുണ്ടായിരുന്നു ബാപ്പ. അങ്ങനെ മരണം വരെ സ്നേഹത്തോടുകൂടി ഒരു മാവിന്റെ വളർച്ച കണ്ട് മരിച്ചുപോയ പിതാവിന്റെ കാലശേഷം മക്കൾ ചിന്തിക്കാറില്ലേ, ബാപ്പ വളരെ സ്നേഹത്തോടെ നട്ടു വളർത്തി ഉണ്ടാക്കിയ ഈ മരം നമ്മൾ തൽക്കാലം മുറിക്കണ്ട, അത് നമുക്ക് എത്രമാത്രം വേദനയുണ്ടാക്കും. അതിനേക്കാൾ കടുപ്പമല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവനെ പോലും അപകടത്തിലാകുമോ എന്ന് സംശയിക്കുമാറ് ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് നട്ടുവളർത്തിയ ഇസ്ലാമിക പ്രസ്ഥാനം, ഇസ്ലാമിന്റെ തൗഹീദ്, അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ആരെങ്കിലും തയ്യാറാകുമ്പോ അവനെതിരെ പ്രതികരിക്കണേ മുസ്ലിമീങ്ങളെ, അതിനെതിരെ ശ്രദ്ധിക്കണം മുസ്ലിമീങ്ങളെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾക്ക് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് വേണോ? നിങ്ങൾക്ക് കാരുണ്യം കിട്ടണോ? അല്ലാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണോ? എന്താണ്? ഒരൊറ്റ മാർഗമേയുള്ളൂ മുസ്ലിമീങ്ങളെ. വഅതീഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചോളൂ, റസൂലുള്ളാഹിനെ നിങ്ങൾ അനുസരിച്ചോളൂ. അവരുടെ കൽപ്പനകളെ ലോകത്തുള്ള മറ്റെല്ലാവരുടെ വാക്കുകളെക്കാളും മേലെയാക്കി എടുത്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിച്ചോ എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കപ്പെടുന്നതാണ്. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് കിട്ടണോ? അള്ളാഹുവിനെ അനുസരിച്ചോളണം, റസൂലുള്ളാഹിനെ അനുസരിച്ചോളണം. നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന, ഇത്ര ത്യാഗത്തോടുകൂടി റസൂല് നട്ടുവളർത്തിയ ഇസ്ലാമിന്റെ കൽപ്പന നമുക്ക് നമ്മുടെ ജീവിതവുമായി ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ നിസ്സാരമാക്കുകയാണ്. അതൊരു സുന്നത്തല്ലേ?
അതൊക്കെ അത്ര കാര്യമാണോ? അത് ശാഖാപരമല്ലേ? അതത്ര പ്രശ്നമുള്ള സംഗതിയാണോ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കത്തിവെക്കപ്പെടുന്നത് കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സിനത് വേദനയുണ്ടാക്കുന്നില്ല, പ്രതികരണമുണ്ടാക്കുന്നില്ല. നമുക്കതിനോടൊക്കെ എത്ര പുച്ഛമായ സമീപനമാണ്, നിസ്സാരമായ സമീപനമാണ്. അതേ അവസരത്തിൽ മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കപ്പെടേണ്ടതല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കാളും സ്നേഹിക്കപ്പെടേണ്ടത് ഞാൻ കൊണ്ടുവന്ന ആദർശത്തെയാണ്. അതാണ് അവിടുന്ന് പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ആശകളുമൊക്കെ ഞാൻ കൊണ്ടുവന്ന ആശയത്തോട് യോജിപ്പിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുന്നതല്ല. നിങ്ങളുടെ ആശകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങളുടെ തീരുമാനങ്ങൾക്കല്ല മുഖവില കൊടുക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമല്ല മുഖവിലക്കെടുക്കേണ്ടത്. നേതാവായ റസൂലുള്ളാഹിയില്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനായ ഈ ഉമ്മത്തിന്റെ മോചനത്തിന് വേണ്ടി ക്ലേശം സഹിച്ച, അവർ നരകത്തിൽ കടക്കുന്നതിനെതിരെ കരഞ്ഞു പ്രാർത്ഥിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശമില്ലേ, അതിനോടാണ് നിങ്ങൾക്ക് ഏറ്റവും മുഖവില തോന്നേണ്ടത്. നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ സഹോദരന്മാരെ? നമ്മുടെ ഈമാൻ എവിടെയാണ്? ഒരു കാര്യത്തിൽ നമ്മുടെ തീരുമാനം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇച്ഛകൾ ഒരു ഭാഗത്തും ഇസ്ലാമിന്റെ കൽപ്പന വേറൊരു ഭാഗത്തും ഏറ്റുമുട്ടുമ്പോ നമ്മുടെ കൽപ്പനകളെ മുന്നിലേക്കിട്ടിട്ട് റസൂലുള്ളാഹിയുടെ കൽപ്പന നമ്മൾ അവഗണിച്ച് തള്ളാറല്ലേ പലപ്പോഴും പതിവുള്ളത്? ഈമാനിനെ പരിശോധിക്കണം സഹോദരന്മാരെ. ആ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇത്തിബായിലൂടെ അള്ളാഹുവിങ്കൽ നിന്നുള്ള മഹബ്ബത്ത് നേടാൻ ശ്രമിക്കണം. കുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, റസൂലായ എന്നെ നിങ്ങൾ പിൻപറ്റിക്കോ. എന്നെ ഇത്തിബാഴ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് മഹബ്ബത്ത് ലഭിക്കുന്നത്. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിക്കുക. ആ അനുസരണത്തിലൂടെ മാത്രമാണ് നാളെ പരലോകത്ത് സ്വർഗമാകുന്ന റഹ്മത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ അവകാശികളായി മാറുന്നത്. അതിനുവേണ്ടി ദുആ ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. റഹ്മർ റഹീമീനായ തമ്പുരാൻ എല്ലാ ദുന്യവിയും മുഖർവിയുമായ മാരകമായ അപകടങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ, ദുരന്തങ്ങളിൽ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും റഹ്മർ റഹീമീനായ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഇസ്ലാമികമായ ആശയാദർശങ്ങളെ കൃത്യമായി തന്നെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. മാറാത്ത വേദനകളിൽ നിന്ന്, കഷ്ടപ്പെടുത്തുന്ന അതേ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين